ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 4ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. റമദാൻ 3 ഞാൻ എടുത്തിട്ടില്ല, അന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല ക്ഷീണമായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഒരു വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല. അതാണ് അന്നത്തെ ദിവസം ഷോർട്ട് പോലും വരാതിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഒരു കുഞ്ഞു വീഡിയോയാണ്, റമദാൻ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഭയങ്കര ക്ഷീണവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുപ്പൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നടക്കത്തില്ല. അപ്പോൾ എന്തായാലും എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. തലേന്ന് വൈകുന്നേരം നല്ല ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വോയിസ് ഇടുന്നതിൻ്റെ തലേന്ന് രാത്രിയും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അതായത് കുറേ നാളത്തേക്ക് നല്ല ചൂടും ഒക്കെ അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ചെറിയൊരു ആശ്വാസമായിട്ട് ഒരു കുഞ്ഞു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നോമ്പായാലും എൻ്റെ ഈ അടുക്കളയ്ക്ക് അവധിയില്ല കേട്ടോ. എൻ്റേന്നല്ല മിക്ക വീട്ടമ്മമാർക്കുള്ളയും അടുക്കളയ്ക്ക് അവധി കാണത്തില്ല. കാരണം കുഞ്ഞു മക്കളോ നമ്മുടെ നോമ്പുകാരില്ലാത്ത ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പതിവ് പോലുള്ള ജോലികളൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അവർക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എൻ്റെ ജോലികളൊക്കെ ഇവിടെ രാവിലെ തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അരിയൊക്കെ കഴുകി അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകിയാൽ മതി എന്നുള്ളതല്ലാതെ ഒരു മാറ്റവും വന്നിട്ടില്ല റമദാൻ ആയതുകൊണ്ട്. പിന്നെ ഞാൻ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ്, അതായത് തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന മീൻകറി ആയതുകൊണ്ട് ഞാൻ മുളക് ചാറാട്ടോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കൊച്ചുള്ളിയും അതുപോലെ കുരുമുളകും, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ച് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പൊടി മുക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അതേ കുത്തിപ്പിഴിഞ്ഞ് വെള്ളം തോരാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് അധികം വെയിലൊന്നുമില്ല, തലേന്നുള്ള മഴയുടെ ആ ഒരു മന്ദാരത്തിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയും ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ തലേന്ന് പെയ്ത മഴ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരു 5-6 മഴയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് അധികം ബുദ്ധിമുട്ടാവത്തില്ല. കിണറിൽ പെട്ടെന്ന് തന്നെ വെള്ളം കിട്ടും. അങ്ങനെ ഞാൻ എൻ്റെ തുണികളൊക്കെ കഴുകി ഒന്ന് വിരിച്ച് കൊടുത്തിട്ട് വേണം ഇനി വീണ്ടും കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. മീനൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ. മീൻ വങ്കടയാണ്. അത് ഞാൻ കൊണ്ടുവന്ന ഉടനെ തന്നെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഈ സമയം രാവിലെ തന്നെയാണ് കേട്ടോ. ഇത് രാവിലെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് വൈകുന്നേരം നമ്മളെ നോമ്പുറയുടെ വിശേഷങ്ങൾ മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മീനൊക്കെ എടുത്ത് വെള്ളത്തിലോട്ട് ഇടാനായിട്ട് പോവുകയാണ്. വങ്കടയാണ് കേട്ടോ. അപ്പോൾ അധികം പണിയില്ല, അങ്ങ് തോലും കുരിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തോരന് വേണ്ടിയിട്ട് കായിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അരിഞ്ഞ് കഞ്ഞി വെള്ളത്തിലിട്ട് വെച്ചേക്കും, അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. തോരന് വേണ്ടിയിട്ടാണ് കേട്ടോ. അനിയത്തി അവിടെ തൂത്തുവാരി വൃത്തിയാക്കുവാണ്. മോളവിടെ ഉണ്ട്, മോളവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഞാൻ മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ റമദാൻ വിശേഷം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റ് നമ്മൾ വായിച്ചപ്പോഴത്തേക്കും അതിൽ ഇന്നലെ വന്നൊരു കമൻറ്റ് ആയാസ് ലത്തീഫ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കമൻറ്റ് വായിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ച് കാണത്തില്ല കേട്ടോ. അപ്പോൾ അതിൽ ചിലപ്പോൾ ആ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ആ വന്ന വീഡിയോയിലെ കമൻറ്റാണ് വായിച്ചത് കേട്ടോ. ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കാം, സോറി. അങ്ങനെ എന്തായാലും ആ പരിഭവം മാറിയെന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് ചട്ടി അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഞാൻ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെള്ളവും പുളിവെള്ളവും ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റമദാൻ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ നോമ്പ് 4 എണ്ണം കഴിഞ്ഞു, ഇത് 5ാമത്തെയാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഓടി പോകുന്നത് പോലെ തോന്നുന്നില്ലേ? പെട്ടെന്ന് അങ്ങ് പോവുകയാണല്ലേ. അങ്ങനെ കറിയൊക്കെ കലക്കി അങ്ങ് മാറ്റി. പിന്നെ കായ്ക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങ് വേവിക്കാനായിട്ട് അതും കൂടി അങ്ങ് അപ്പുറത്ത് അടുപ്പിലോട്ട് അങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തലേന്ന് കൊണ്ടുവന്നിട്ടുള്ള മത്തിയായിരുന്നു കേട്ടോ. ഞാനത് കറിയാക്കിയില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ കറി വെച്ചാലും അധികം എടുക്കുന്നില്ലല്ലോ, നോമ്പല്ലേ, വാപ്പ മാത്രമേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ അച്ചാറങ്ങാക്കി. അച്ചാറൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലായിരുന്നു അത്താഴത്തിന് ഞാൻ കഴിക്കുന്നത് ചോറ് തന്നെയാണ്. അപ്പോൾ മാങ്ങാച്ചാറുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കൂട്ടിയിട്ടാണ് എൻ്റെ അത്താഴ കഴിപ്പ് കേട്ടോ.
അങ്ങനെ ദേ ഞാൻ കുറച്ച് മീനും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി അങ്ങ് വറുത്തെടുക്കാനായിട്ട് പോവുകയാണേ. അത്താഴത്തിന് കാപ്പി ഉണ്ടാക്കുന്നൊരു ശീലം മുന്നേ ഇല്ല, ഇപ്പോഴും ഇല്ല കേട്ടോ. എനിക്ക് പറ്റത്തില്ല കഴിക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ചോറാണ് കഴിക്കുന്നത്. പിന്നെ കഞ്ഞി ഉണ്ടല്ലോ, നമ്മുടെ നോമ്പ് കഞ്ഞി, ചില സമയങ്ങളിൽ നോമ്പ് കഞ്ഞിയും കുടിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ പോലും ഞാൻ അത്താഴ സമയത്താണ് കഴിക്കാറ് കേട്ടോ. അതായത് ഈ പൊരിപ്പ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്താഴത്തിനാണ് കഴിക്കുന്നത്. നോമ്പ് തുറന്നിട്ട് കഴിക്കാനേ പറ്റത്തില്ല. മിക്കുള്ളവർക്കും അങ്ങനെ തന്നെയാണെന്നറിയാം. നമുക്ക് ഒരുക്കി വയ്ക്കുന്ന ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. കുറച്ച് ജ്യൂസോ വെള്ളമോ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ട, ആ ഒരവസ്ഥയാണ്. ഗ്യാസ് കയറി അങ്ങ് നിറയും. അപ്പോൾ ഞാനും അതുപോലെ തന്നെ കേട്ടോ. അങ്ങനെ അത് ഞാൻ കറിയും തോരനും മീൻ പൊരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം കൊച്ചിന് ചോറ് കൊടുത്തതാണ് ആ കാണുന്നത്. മോൾക്ക് ചോറൊക്കെ കൊടുത്ത് എൻ്റെ കുളിയും നമസ്കാരവും ഒക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരമാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി അടുപ്പിലോട്ടാക്കിയിട്ട് അരപ്പൊക്കെ അരച്ചു ഒഴിച്ചിട്ട് പിന്നെ അങ്ങ് കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ. അതേ ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങിപ്പോയി, ഇതിൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എണീറ്റപ്പോഴത്തേക്കും എൻ്റെ കഞ്ഞിയൊക്കെ തിളച്ച് തൂകി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. കഞ്ഞി അടുപ്പിലിരിക്കുന്ന കാര്യം പോലും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെച്ചിട്ട് പോയി കിടന്നുറങ്ങിയതാണ് അടുപ്പിലോട്ട്. അങ്ങനെ എല്ലാം വൃത്തികേടായി കിടക്കുമായിരുന്നു കേട്ടോ. അടുപ്പിൻ്റെ 4 ചുറ്റും അങ്ങ് തിളച്ച് തൂകി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ വൈകുന്നേരം നമുക്ക് നോമ്പ് തുറക്കാൻ സമയമൊക്കെ ആയി വരുവാണ്. ആ ടൈം ആയപ്പോഴത്തേക്കും കുറച്ച് തണ്ണിമത്തങ്ങ എടുത്ത് അങ്ങനെ ജ്യൂസ് അടിക്കാൻ കുറച്ച് പഞ്ചസാരയും നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അനിയത്തിക്ക് ഈ ജ്യൂസ് അത്ര താല്പര്യമില്ല, അവൾക്ക് അല്ലാതെ കട്ട് ചെയ്ത് കഴിച്ചാലും അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. തണ്ണിമത്തങ്ങ ജ്യൂസായിട്ട് കുടിക്കത്തില്ല. അപ്പോൾ അവൾ നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. നോമ്പ് തുറന്ന ഉടനെ നാരങ്ങ വെള്ളം കുടിച്ചൂടാ എന്നാണ് പറയുന്നത്. കുടിക്കരുത് നാരങ്ങ വെള്ളം, കാരണം പുളിയല്ലേ, അസിഡിറ്റി ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ ആക്കി വെച്ചു. പിന്നെ ദേ ഒരു ആപ്പിളിൻ്റെ പകുതി, കാരണം ഇത് വീഡിയോയ്ക്ക് ഇങ്ങനെ എടുത്ത് ഷോ കാണിക്കാൻ വെച്ചാൽ ഇതൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ട് വെച്ചു. പിന്നെ ഒരു പഴം കട്ട് ചെയ്ത് വെച്ചു, കുറച്ച് തണ്ണിമത്തങ്ങയും കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഈത്തപ്പഴവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായക്ക് അടുപ്പിലോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ബാങ്ക് കേൾക്കാൻ ഒരു 5 മിനിറ്റ് മുന്നെയാണ് ഞാനിങ്ങനെ എടുത്ത് വെക്കാറ്. പിന്നെ നമ്മുടെ ഇന്നത്തെ പൊരിപ്പ് സമൂസയായിരുന്നു കേട്ടോ. അങ്ങനെ സമൂസയൊക്കെ ഇവിടെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ അടുപ്പിലോട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ റമദാൻ വിശേഷങ്ങളും നോമ്പുറയും എല്ലാം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി പോവുകയാണ്. അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്.